ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡെയിലി ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാചകങ്ങൾ പഠിക്കാം. നമ്മൾ മിക്കവാറും പറയാറുള്ളതാണിത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കാം. ഇത് ഇൻഫോർമലായിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, വീട്ടിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ, അത്രയും കംഫർട്ടബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം, അനൗപചാരികമായി മാത്രം സംസാര ഭാഷയിൽ ഉപയോഗിക്കാം. ഓക്കെ, മതിയോ എന്ന് ചോദിക്കും. അപ്പം ഇനഫ് എന്ന് ചോദിച്ചാൽ മതി. ആ ടോണിലുണ്ട് ആ മീനിങ്. ഇസ് ദിസ് ഇനഫ്, ഇസ് ഇറ്റ് ഇനഫ് എന്നൊക്കെ ചോദിക്കാം. അതിലും ചുരുക്കിയിട്ട് നമുക്ക് ഇനഫ് എന്ന് ചോദിക്കാം. മടുത്ത്, അപ്പം ഫെഡ് അപ്പ് എന്ന് പറയാം. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാം. റിങ്സ് എ ബെൽ, ഇറ്റ് റിങ്സ് എ ബെൽ, റിങ്സ് എ ബെൽ എന്ന് പറയാം. അയിന് നമ്മൾ മിക്കവാറും പറയുന്നതാണ്. അതിനെന്താ എന്നുള്ള സെൻസിലുള്ള അയിന് എന്ന് ചോദിക്കാം. സോ വോട്ട്, നമ്മുടെ ടോണിലാണ് മീനിങ് കൺവേ ആവുന്നത്. നെക്സ്റ്റ്, വേഗം ചെയ്യ് പെട്ടെന്ന് പറയും. അപ്പം അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ചോപ്പ് എന്ന് പറയാം. ഹറിയപ്പ് എന്ന് പറയാറുണ്ട്. അപ്പം ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നില്ല, വേറെയും എക്സ്പ്രഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പഠിച്ചു വെച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ്, അത് വിട്ടേക്ക്, പോട്ടെ, ഇട്ട് കളഞ്ഞേക്ക് എന്ന് പറയും. അത് നമുക്ക് പറയാം ജസ്റ്റ് ലീവ് ഇറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഒരാളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് കയറി ചെന്നു. അപ്പം നമ്മൾ പറയാം, എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്ന കാര്യം തുടർന്നോളൂ, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല. അപ്പം പറയാം, നടക്കട്ടെ എന്ന് പറയാം. അപ്പം നമ്മൾ നടക്കുക, വോക്ക് എന്ന സെൻസിലല്ലല്ലോ അത് പറയുക, ചെയ്യുന്ന കാര്യം തുടർന്നോളൂ എന്നുള്ള അർത്ഥത്തിലല്ലേ പറയാം. അപ്പം യു ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ മതി. എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, കുഴപ്പമില്ല. നെക്സ്റ്റ്, കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ എന്ന് പറയും. അപ്പോൾ ക്യാൻ യു സേ ഇറ്റ് അഗൈൻ, അല്ലെങ്കിൽ ക്യാൻ യു റിപ്പീറ്റ് എന്ന് നീട്ടി ചോദിക്കാതെ നമുക്ക് പാടൻ എന്ന് ചോദിച്ചാൽ മതി. ഈ ഒരൊറ്റ വാക്ക്, ആ ടോണിലാണ് അർത്ഥം കൺവേ ആവുന്നത്. ഓക്കെ, കേട്ടിട്ട് കൊള്ളാം എന്ന് പറയും. അപ്പം സൗണ്ട്സ് ഗുഡ് അല്ലെങ്കിൽ സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്, കേട്ടിട്ട് കൊള്ളാം എന്ന് പറയും. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതാണിത്. ആണോ, ഇസ് ഇറ്റ്, അല്ലേ, ഇസിൻറ്റ് ഇറ്റ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുള്ളത്. അയ്യോ തെറ്റ് എൻ്റെ ഭാഗത്താ എന്ന് പറയാം. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ പറയുമ്പോൾ മൈ മിസ്റ്റേക്ക് എന്നതിന് പകരം നമുക്ക് പറയാം മൈ ബാഡ് എന്ന് പറയാം. ഈ വാചകങ്ങൾക്കൊക്കെ ഇത് തന്നെ പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഇതും പറയാം എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, അല്ലെങ്കിൽ എത്ര നാളായി കണ്ടിട്ട് എന്ന് പറയാം. ലോങ് ടൈം നോ സീ എന്ന് പറഞ്ഞാൽ മതി. ലോങ് ടൈം നോ സീ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. ഇനി ഗ്രമാറ്റിക്കലി ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു സെൻസ് ഫീൽ ചെയ്യില്ല. ഒരു ഫ്രേസ് ആയിട്ട് എടുക്കുമ്പോൾ ഇതിന് മീനിങ് ഉണ്ടെന്ന് ഓർത്താൽ മതി. കഴിഞ്ഞത് വിട്ടേക്ക്, അല്ലെ പോയത് പോയി എന്ന് പറയാം. അപ്പം വാട്ട്സ് ഗോൺ ഇസ് ഗോൺ, കഴിഞ്ഞത് കഴിഞ്ഞു. നിൻ്റെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹം പോലെ, ആസ് യു വിഷ് അല്ലെങ്കിൽ ആസ് യു ലൈക്ക് എന്ന് പറയാം. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ്, എന്തെങ്കിലും ആകട്ടെ എന്ന് പറയാം. വോട്ട് എവർ, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ എന്നുള്ള വോട്ട് എവർ ഇറ്റ് ഈസ് എന്ന് പറയാം. അത് ഏറ്റവും ചുരുക്കിയിട്ട് വോട്ട് എവർ എന്ന് പറഞ്ഞാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.